എല്ലാവർക്കും നമസ്കാരം. ഒരു നഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്താണ്? ശരിയായ സമയത്ത് ശരിയായ വിവരം കയ്യിലുണ്ടാവുക എന്നുള്ളതാണ്, അല്ലേ? പ്രത്യേകിച്ചും ഒരു ജീവൻ രക്ഷിക്കുന്ന കാര്യമാവുമ്പോൾ. പക്ഷേ ഈ പറയുന്ന വിശ്വസനീയമായ വിവരങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തും, എങ്ങനെ കണ്ടെത്തും? അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു വഴികാട്ടി പോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ശരിക്കും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ നഴ്സുമാരൊക്കെ എങ്ങനെയാണ് ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടത്ര കൃത്യമായ ഉത്തരങ്ങളിലേക്ക് എത്തുന്നതെന്ന്? അത് വെറുതെ തോന്നുന്ന പോലെ ചെയ്യുന്നൊരു കാര്യമല്ല. അതിന് പിന്നിൽ തെളിവുകൾ കണ്ടെത്താനും അത് ശരിയാണോ എന്ന് വിലയിരുത്താനും ഒക്കെയായി ചിട്ടയായൊരു വഴിയുണ്ട്. നമുക്കതിലേക്കൊന്ന് കിടന്നു നോക്കാം. ഈയൊരു പ്രക്രിയയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അതാണ് ലിറ്ററേച്ചർ റിവ്യൂ. എന്താണിതെന്ന് കേട്ടിട്ടുണ്ടോ? ലളിതമായി പറഞ്ഞാൽ, ഒരു വിഷയത്തിൽ നിലവിലുള്ള പഠനങ്ങളെയും കണ്ടെത്തലുകളെയും ഒക്കെ ആഴത്തിലൊന്ന് പരിശോധിക്കുന്ന പരിപാടിയാണിത്. ഇന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച നഴ്സിംഗ് പ്രാക്ടീസിന്റെയൊക്കെ അടിത്തറ ഇതുതന്നെയാണ്. നിങ്ങൾ വിചാരിക്കും, ഇതൊക്കെ കോളേജിലൊരു അസൈൻമെന്റ് മാത്രമല്ലേന്ന്. ഒരിക്കലുമല്ല. അതിനപ്പുറം പുതിയ ചികിത്സാ രീതികൾ കൊണ്ടുവരാനും നമ്മളിപ്പോൾ ചെയ്യുന്ന പരിചരണത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കാനും കെയറിന്റെ ക്വാളിറ്റി കൂട്ടാനുമൊക്കെ ഈ ലിറ്ററേച്ചർ റിവ്യൂ നമ്മളെ സഹായിക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമുക്ക് കിട്ടുന്ന എല്ലാ വിവരങ്ങളും ഒരുപോലെയല്ല. ഓരോന്നിനും അതിൻ്റേതായ ഒരു സ്ഥാനവും വിശ്വാസ്യതയുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിവരങ്ങളുടെ പല തട്ടുകളെക്കുറിച്ചും അവയുടെ ഉറവിടങ്ങളെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കാം. ഇതിനെ മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു വഴിയുണ്ട്. ഒരു പിരമിഡ് പോലെ സങ്കല്പിച്ചു നോക്കൂ. ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന നേരിട്ടുള്ള വിവരങ്ങളില്ലേ, അതാണ് ആ പിരമിഡിന്റെ ബേസ്, അതായത് അടിത്തറ. ഇനി പിരമിഡിന്റെ മുകളിലേക്ക് പോകുന്തോറും ഈ വിവരങ്ങളുടെ ആധികാരികതയിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോ നമ്മൾ പറഞ്ഞ ആ പിരമിഡിന്റെ അടിത്തറ, അതാണ് പ്രൈമറി സോഴ്സസ്, അല്ലെങ്കിൽ പ്രാഥമിക ഉറവിടങ്ങൾ. ലളിതമായി പറഞ്ഞാൽ, ആരാണോ ഒരു റിസർച്ച് നടത്തിയത് അല്ലെങ്കിൽ ആരാണോ ഒരു തിയറി ഉണ്ടാക്കിയത്, അവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ. ഒരു ലിറ്ററേച്ചർ റിവ്യൂവിന്റെ ഏറ്റവും വലിയ കരുത്തേന്ന് പറയുന്നത് ഇതുതന്നെയാണ്. ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ഒറിജിനൽ നഴ്സിംഗ് റിസർച്ച് ആർട്ടിക്കിൾസ്, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള പുതിയ പഠനങ്ങൾ, വലിയ കോൺഫറൻസുകളിലൊക്കെ അവതരിപ്പിക്കുന്ന പേപ്പറുകൾ, പിന്നെ ഡോക്ടറേറ്റിനു വേണ്ടി ചെയ്യുന്ന തീസിസുകൾ, ഇതെല്ലാമാണ് പ്രൈമറി സോഴ്സസ്. ഇനി പിരമിഡിൽ ഒരു പടി മുകളിലേക്ക് കയറിയാൽ നമ്മൾ എത്തുന്നത് സെക്കൻഡറി സോഴ്സസ് അഥവാ ദ്വിതീയ ഉറവിടങ്ങളിലേക്കാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നേ? ഒരാൾ നടത്തിയ പഠനത്തെ വേറൊരാളെടുത്ത് അതിനെപ്പറ്റി എഴുതുന്നു. ചിലപ്പോൾ അതിനെ വിശകലനം ചെയ്യും, അല്ലെങ്കിൽ ചുരുക്കി എഴുതും. ഒരു വിഷയത്തെക്കുറിച്ച് പല ആംഗിളിൽ നിന്ന് മനസ്സിലാക്കാൻ ഇത് നല്ലതാണ്. പക്ഷെ ഓർക്കണം, പ്രൈമറി സോഴ്സിന്റെ അത്രയും ആധികാരികത ഇതിന് കാണില്ല. സിസ്റ്റമാറ്റിക് റിവ്യൂകൾ, മെറ്റാ അനാലിസിസ്, പിന്നെ പല പഠനങ്ങളെക്കുറിച്ചും പറയുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഇതിന് നല്ല ഉദാഹരണങ്ങളാണ്. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ? പ്രൈമറി സോഴ്സ് നേരിട്ടുള്ള വിവരങ്ങൾ തരുമ്പോൾ സെക്കൻഡറി സോഴ്സ് ആ വിവരങ്ങളുടെ ഒരു വിശകലനമാണ് നമുക്ക് തരുന്നത്. അപ്പോ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഒരു നല്ല സ്ട്രോങ് ആയ ലിറ്ററേച്ചർ റിവ്യൂ എപ്പോഴും ആശ്രയിക്കുന്നത് പ്രൈമറി സോഴ്സുകളെ ആയിരിക്കും. എന്നാൽ സെക്കൻഡറി സോഴ്സുകൾ അതിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. രണ്ടും വേണം, പക്ഷേ ഊന്നൽ പ്രൈമറിക്കാണ്. ഇനി നമ്മൾ ആ പിരമിഡിന്റെ ഏറ്റവും മുകളിലെത്തി. അതാണ് ടെർഷ്യറി സോഴ്സസ്, അല്ലെങ്കിൽ തൃതീയ ഉറവിടങ്ങൾ. ഒരു വിഷയത്തെപ്പറ്റി ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടാൻ ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു റിസർച്ചിൽ നമ്മുടെ വാദങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മാത്രം ശക്തമായ തെളിവുകളൊന്നും ഇതിൽ നിന്ന് കിട്ടില്ല. എൻസൈക്ലോപീഡിയകൾ, ഡിക്ഷണറികൾ, ഹാൻഡ്ബുക്കുകൾ, ഇതൊക്കെയാണ് ടെർഷ്യറി സോഴ്സസ്. നിങ്ങളുടെ റിസർച്ചിന്റെ തുടക്കത്തിൽ ഒരു വിഷയത്തെപ്പറ്റി പെട്ടെന്നൊരു ധാരണയുണ്ടാക്കാൻ ഇവ നിങ്ങളെ സഹായിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ നമുക്ക് എവിടുന്ന് കിട്ടും? എങ്ങനെയാണ് ഈ വിവരങ്ങളിലേക്ക് എത്താൻ പറ്റുന്നത്? പ്രധാനമായിട്ടും രണ്ട് വഴികളാണുള്ളത്. ഒന്ന് പ്രിന്റ് ചെയ്തവ, അതായത് അച്ചടിച്ചവ. രണ്ട് ഇലക്ട്രോണിക് സോഴ്സുകൾ. ഇന്നത്തെ കാലത്ത് ഇലക്ട്രോണിക് സോഴ്സസ് ആണ് കൂടുതൽ എളുപ്പവും വേഗതയുമുള്ളത്. എന്നാലും അച്ചടിച്ച പുസ്തകങ്ങൾക്കും ജേർണലുകൾക്കുമൊക്കെ അതിൻ്റേതായ വിലയുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് പഴയ പഠനങ്ങളൊക്കെ കണ്ടെത്തണമെങ്കിൽ ചിലപ്പോൾ പ്രിന്റ് ചെയ്തവയെ ആശ്രയിക്കേണ്ടി വരും. ഇനി നമുക്ക് നഴ്സിംഗ് റിസർച്ചിലെ സൂപ്പർ ഹൈവേകളെ പരിചയപ്പെടാം. അതായത് ഏറ്റവും പവർഫുള്ളായ ചില ടൂൾസ്, ഏതൊരു നഴ്സിനും റിസർച്ചർക്കും ഒഴിവാറ്റാനാവാത്ത ചില ഡിജിറ്റൽ ലൈബ്രറികൾ. ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിനാൽ.
ഇത് നഴ്സിംഗിനും അതുമായി ബന്ധപ്പെട്ട മറ്റ് ആരോഗ്യമേഖലകൾക്കും വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഡേറ്റാബേസാണ്. നിങ്ങളുടെ റിസർച്ചിന്റെ തുടക്കം ഇവിടെ നിന്നാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്തത്, നിങ്ങൾ മിക്കവാറും കേട്ടിട്ടുണ്ടാവും മെഡ് ലൈൻ. നമുക്കെല്ലാവർക്കും അറിയുന്ന പബ്മെഡ് വഴി ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ബയോമെഡിക്കൽ രംഗത്തെ ഒരു ഭീമൻ ലൈബ്രറിയാണിത്. ഇനിയിപ്പോ ഒരു പ്രത്യേക ചികിത്സ എത്രത്തോളം ഫലപ്രദമാണെന്ന് അറിയണോ? അതിന് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന തെളിവുകൾ കിട്ടുന്ന സ്ഥലമാണ് ദ കോക്രെയിൻ ലൈബ്രറി. സിസ്റ്റമാറ്റിക് റിവ്യൂകളുടെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ ഇതിനെ പറയാം. ഇതൊക്കെ കൂടാതെ വേറെയും കുറേയുണ്ട്. നിങ്ങളുടെ വിഷയം അനുസരിച്ച് തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സൈക്കിൻഫോ നോക്കാം. നഴ്സിംഗ് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ എരിക് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഡാറ്റാബേസുകൾ ഉണ്ടെന്ന് നമുക്കിപ്പോൾ അറിയാം. പക്ഷെ ഇതെങ്ങനെ ശരിയായിട്ട് ഉപയോഗിക്കും? പിന്നെ കിട്ടുന്ന വിവരങ്ങളെയൊക്കെ അപ്പാടെ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതെങ്ങനെ വിലയിരുത്താം? ഈ കാര്യങ്ങളാണ് നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ സെർച്ചിംഗ് കുറച്ചുകൂടി സ്മാർട്ടാക്കാൻ ചില പൊടിക്കൈകളുണ്ട്. 1. ശരിയായ കീവേഡുകൾ ഉപയോഗിക്കുക. 2. ആൻഡ്, ഓർ, നോട്ട് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ സെർച്ച് ഒന്നുകൂടി കൃത്യമാക്കാം. പിന്നെ ഒരു വാക്കിന്റെ പല രൂപങ്ങളും കണ്ടുപിടിക്കാൻ ആ വാക്കിന്റെ അവസാനം ഒരു സ്റ്റാർ ഇട്ടാൽ മതി. ഉദാഹരണത്തിന് നേഴ്സ് കഴിഞ്ഞൊരു സ്റ്റാർ ഇട്ടാൽ നേഴ്സ്, നഴ്സസ്, നഴ്സിംഗ് ഇങ്ങനെയുള്ള എല്ലാ റിസൾട്ടും കിട്ടും. ഒരു ആർട്ടിക്കിൾ കിട്ടിയാൽ മാത്രം പോരാ, അത് കൊള്ളാമോന്ന് നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തണം. അതിന് ഈ 5 കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. 1. ഈ വിവരം പുതിയതാണോ? 2. ഇതിന്റെ വിഷയവുമായി ബന്ധമുള്ളതാണോ? 3. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ? വിശ്വസിക്കാൻ പറ്റുമോ? 4. ഇതെഴുതിയയാൾക്ക് ഇതിൽ വൈദഗ്ധ്യമുണ്ടോ? 5. എന്തുദ്ദേശത്തിലാണ് ഇതെഴുതിയിരിക്കുന്നത്? അപ്പോൾ കാര്യങ്ങൾക്കെല്ലാം ഒരു രൂപരേഖ കിട്ടിയല്ലോ അല്ലേ? ശരിയായ ടൂൾസും അതുപയോഗിക്കാനുള്ള വഴികളുമൊക്കെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ സ്വന്തം റിസർച്ച് യാത്ര തുടങ്ങാൻ റെഡിയല്ലേ? എന്തായിരിക്കും നിങ്ങളുടെ പുതിയ കണ്ടെത്തലുകൾ?